ലവ് ബേഡ്സുകൾ ഇതുപോലെ കൂടുകളിൽ നിരനിരയായി വെച്ചിരിക്കുന്ന കുടങ്ങളിൽ ലവ് ബേഡ്സ് ഒരേ സമയം മുട്ടയിട്ട് വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ കൂട് നിറയാൻ എന്തു ചെയ്യണം? ഈ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക, ശ്രദ്ധിക്കുക. നമ്മൾ പുതുതായി വാങ്ങിവെച്ച കുടവും കൂടും ലവ് ബേഡ്സുകളുമൊക്കെയാണെങ്കിൽ പുതിയ സാഹചര്യവും ഇണക്കിളികളായ കൂട്ടുകാരും മുട്ടയിടാൻ പോകുന്ന കുടവും അഥവാ മുട്ടയിടുന്ന കൂടുമൊക്കെയായിട്ട് ഒന്ന് ഇണങ്ങിച്ചേർന്ന് പരിചയപ്പെടാൻ അവയ്ക്ക് അല്പം സാവകാശം നൽകുക. മുട്ടയിടാൻ വെച്ചിരിക്കുന്ന കുടങ്ങൾ നമ്മൾ കുട്ടികളോ മുതിർന്നവരോ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അവയുടെ സ്ഥാനചലനം ഉണ്ടാക്കാതിരിക്കുക. നമ്മൾ വളർത്തുന്ന ലവ് ബേഡ്സിന് അരോചകരവും പേടിപ്പെടുത്തുന്നതും ശല്യം ചെയ്യുന്നതുമായ ശബ്ദകോലാഹലങ്ങൾ നമ്മൾ ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ലവ് ബേഡ്സുകൾക്ക് മുട്ടയിടാൻ വേണ്ടി കൂടുകളിൽ നമ്മൾ വെച്ചിരിക്കുന്ന കുടങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൈകൊണ്ടോ കോലുകൊണ്ടോ പരിശോധിക്കാതിരിക്കുകയും ടോർച്ച് കൊണ്ടോ അല്ലെങ്കിൽ മൊബൈലിൻ്റെ ഫ്ലാഷ് കൊണ്ടോ അടിച്ച് സെർച്ച് ചെയ്യാതിരിക്കുകയും ചെയ്യുക. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ലവ് ബേഡ്സിൻ്റെ മുഖ്യാഹാരമായ തെളിഞ്ഞ വെള്ളവും ചെറുമണി ധാന്യവുമായ തിനയും കൊടുക്കുന്നതിന് പുറമെ ധാരാളം കാൽസ്യം ലഭിക്കാൻ കടനാട്ട് എന്നറിയപ്പെടുന്ന വലിയ കൂന്തലിൻ്റെ തലയോട്ടിയിൽ നിന്നെടുക്കുന്ന അഥവാ അതും നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ ലഭിക്കുന്നതാണ്. ആ വസ്തു കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് മുട്ടയിടാൻ വേണ്ടി വെച്ചിരിക്കുന്ന കുടത്തിൻ്റെ മുകൾ ഭാഗം പ്രകാശം അതിലൂടെ ഉള്ളിലേക്ക് കടക്കാത്ത വിധത്തിൽ ഭദ്രമായി കെട്ടിവെക്കുക എന്നുള്ളത്. ലവ് ബേഡ്സ് മുട്ടയിടുന്ന സീസണായാൽ ഓരോ പ്രാവശ്യവും 4ഉം 5ഉം 6ഉം ഒക്കെ മുട്ടയിടും. ഇത് കുട്ടികൾക്ക് കൗതുകവുമായിരിക്കും. പക്ഷേ കുട്ടികൾ അവ കൈകൊണ്ട് തൊടുകയോ എടുക്കുകയോ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഓരോ പ്രാവശ്യവും ലവ് ബേഡ്സുകൾ മുട്ടയിട്ട് വിരിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അവയുടെ കൂടുകൾ അല്പം വൃത്തികേടായി തോന്നും. ആ സന്ദർഭങ്ങളിൽ നമ്മൾ അത് വെള്ളം നല്ല ഫോഴ്സിൽ അവിടെയും ഇവിടെയും പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കുകളും ലവ് ബേഡ്സിൻ്റെ കാഷ്ടങ്ങളുമൊക്കെ ഹോസ് കൊണ്ട് അടിച്ച് തളിച്ച് കഴുകി വൃത്തിയാക്കി വെക്കുവാനും ശ്രദ്ധിക്കുക. ഇപ്പോൾ നല്ല ചൂടുകാലമാണല്ലോ. ഒരു പാത്രത്തിൽ നല്ല തെളിഞ്ഞ വെള്ളം കൂട്ടിനകത്ത് വെച്ചാൽ ലവ് ബേഡ്സുകൾ അതിൽ ഇറങ്ങിയിട്ട് പോലെ കുളിച്ച് അടിച്ച് കയറിക്കൊണ്ട് അതേസമയം അവയ്ക്ക് കുടിക്കാനുള്ള വെള്ളം അവയിറങ്ങി അടുക്കുകയും ചെയ്യാതിരിക്കാൻ കൂടിൻ്റെ സൈഡിൽ കൊടുക്കുന്നതാണ് നല്ലത്. ലവ് ബേഡ്സിൻ്റെ ഭക്ഷണകാര്യം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. വളരെ ചെറിയ ധാന്യമായ തിനയാണ് അവരുടെ മുഖ്യാഹാരം. വല്ലപ്പോഴുമെങ്കിലും തിന കിട്ടാതിരിക്കുകയോ കീർന്നു പോവുകയോ ചെയ്താൽ നല്ല നുറുക്ക് ഗോതമ്പ് വെള്ളത്തിലിട്ട് കുതിർത്തി കൊടുക്കാവുന്നതാണ്. അതുപോലെ റവയുടെ തരിയും ഇവയ്ക്ക് ഭക്ഷണമായി കൊടുക്കാൻ പറ്റുന്നതാണ്. ഇലവർഗ്ഗങ്ങളിൽ ലവ് ബേഡ്സിനെ വല്ലാതെ ആകർഷിക്കുകയും കൊതിപ്പിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന തുളസിയില. കൂട്ടിലേക്ക് നമ്മൾ തുളസിയില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ലവ് ബേഡ്സുകളും പറന്നിറങ്ങി വളരെ ആവേശത്തോടെ കലപില ശബ്ദത്തോടെ അത് കൊത്തിപ്പറിച്ച് കഴിക്കുന്നത് കാണാൻ കഴിയും. ഉറക്കം തൂങ്ങിയിരിക്കുന്ന ലവ് ബേഡ്സുകളും ഈ തുളസിയില കുറച്ച് കഴിച്ചു കഴിഞ്ഞാൽ വളരെ ആവേശത്തോടെ ഉഷാറോടുകൂടി പറന്നു കളിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ലോകത്തിൻ്റെ നാനാഭാഗപ്പെടുന്ന ഈ ലവ് ബേഡ്സുകൾ 10-60 ഇനങ്ങളുണ്ട്. പച്ച, നീല, പൈഡ്, ആൽബിനോ, ഓപ്പലിൻ, ക്ലിയർ, സിന്നമൺ, സ്പാങ്കിൾ, ക്രസ്റ്റ് എന്നിവയാണ് സാധാരണയായി നമ്മൾ കാണാറ്.
ശരീരത്തോളം തന്നെ നീളമുണ്ടായിരിക്കും ഇവയുടെ വാലിന്. 6 മാസമാകുമ്പോഴേക്കും ഇവയ്ക്ക് പൂർണ്ണ വളർച്ചയെത്തും. എന്നാൽ 1 വയസ്സാകുമ്പോഴോ അതിനുശേഷമോ ഇണ ചേരുന്നതാണ് ഉത്തമം. വളർച്ചയുടെ ഘട്ടത്തിൽ 3-ാം മാസം എത്തുമ്പോൾ ഇവ ആദ്യത്തെ തൂവൽ പൊഴിക്കും. ഒരു കൂട് നിറയെ ലവ് ബേഡ്സ് ഉണ്ടെങ്കിൽ അവയെ എങ്ങനെ ആൺ പെൺ തിരിച്ചറിയും? ഇത് ഏറെ സംശയമുള്ള കാര്യമാണ്. അതിന് ഒരു എളുപ്പ വഴിയുണ്ട്. ആൺപക്ഷിയുടെ കൊക്കിന് മുകളിലുള്ള കറുപ്പ് നിറമാണ് തിരിച്ചറിയാനുള്ള ഒരു മാർഗം. ലവ് ബേഡ്സുകൾ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പക്ഷികൾ 4 മുതൽ 6 മുട്ടകൾ വരെ ഇടും. മുട്ടയിട്ടാൽ 18 ദിവസങ്ങൾ കൊണ്ട് അവ വിരിഞ്ഞിറങ്ങുകയും ചെയ്യും. ഓരോ ഇടവിട്ട ദിവസങ്ങളിലാണ് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുന്നത്. വിരിഞ്ഞിറങ്ങുന്ന ഇവയെ 5 ആഴ്ചകൾ കഴിഞ്ഞാൽ തള്ളയിൽ നിന്നും നമുക്ക് വേർതിരിക്കാനാകും. ലവ് ബേഡ്സിന്റെ ഇഷ്ടഭക്ഷണം തിനയാണ് എന്ന് നമ്മൾ പറഞ്ഞുവല്ലോ. അതിനും പുറമെ മുറുക്ക് ഗോതമ്പ് വെള്ളത്തിലിട്ട് കുതിർത്തിയത്, തുളസിയില, പുല്ല്, മല്ലിയില എന്നിവയും അവയ്ക്ക് നമുക്ക് കൊടുക്കാവുന്നതാണ്. പ്രജനന സമയത്ത് പ്രത്യേക ഭക്ഷണം തയ്യാറാക്കി നൽകുന്നവരുമുണ്ട്. ചില സമയങ്ങളിൽ പനിക്കൂർക്കയില കൊടുത്താൽ വളരെ ഇഷ്ടത്തോടു കൂടി ലവ് ബേഡ്സുകൾ ഭക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാനാകും. ലവ് ബേഡ്സുകൾ പ്രായമായിട്ടും മുട്ടയിടാതിരിക്കുന്നുവെങ്കിൽ അതിന് കാരണം അവയുടെ ശരീരത്തിലെ കാൽസ്യത്തിൻ്റെ കുറവായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഇത് വേഗത്തിൽ പരിഹരിച്ചാൽ ഇവയെല്ലാം സമയത്ത് തന്നെ മുട്ടയിടും. ലവ് ബേഡ്സിലെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അത്യുത്തമമാണ് കണവനാക്ക് അല്ലെങ്കിൽ കടനാക്ക്. ഇത് ഒരു കഷ്ണം നൽകിയാൽ തന്നെ പക്ഷികളിലെ കാൽസ്യക്കുറവ് പരിഹരിക്കാനാകും. കണവമീനുകളിൽ ഉണ്ടാകുന്ന ഒരു തരം അസ്ഥിയാണ് കണവനാക്ക്. ഇത് കാൽസ്യത്തിൻ്റെ കലവറയാണ്. ഇതിൻ്റെ ഒരു കഷ്ണം ലവ് ബേഡ്സിൻ്റെ കൂട്ടിൽ വെച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ കെട്ടിത്തൂക്കുകയോ ചെയ്താൽ മതി. അത് അവ കൊത്തിക്കഴിച്ചുകൊള്ളും. ശരീരത്തിൽ കാൽസ്യക്കുറവുണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ സ്വമേധയാ തന്നെ ലവ് ബേഡ്സ് അത് കഴിച്ചിരിക്കും. കാൽസ്യക്കുറവിലൂടെ മുട്ടകളുടെ തൊലിക്കട്ടി കുറഞ്ഞതാണെന്ന് മുട്ടകൾ ഇടുമ്പോൾ തന്നെ ലവ് ബേഡ്സുകൾക്ക് തിരിച്ചറിയാനാകും. അത്തരത്തിലുള്ള മുട്ടകളാണ് ഇവ പൊട്ടിക്കുക. കണവനാക്ക് നൽകുന്നത് കാൽസ്യത്തിനും അവയുടെ ആരോഗ്യ നിലനിൽപ്പിനും കൂടുതൽ ഊർജ്ജസ്വലമാകുമെന്ന് നാം മനസ്സിലാക്കുക. വീഡിയോ കണ്ടതിന് കൂട്ടുകാർക്കും നന്ദി.